എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കേരള PSC നടത്തിയ UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ എക്സാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സാമിനെ പരിശോധിച്ചതിൽ നിന്നും ഏകദേശം എത്ര കട്ട് ഓഫ് മാർക്കാണ് ഓരോ ജില്ലയിലും വരിക എന്ന് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ് നോക്കാം. ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല പരിഗണിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ആകെ എക്സാം എഴുതിയവരുടെ എണ്ണം 14,201 പേരാണ് ഇന്ന് എക്സാം എഴുതിയിട്ടുള്ളത്. 100 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇത്രയും ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതിയതിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ചോദ്യത്തിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട് ഉള്ള കട്ട് ഓഫ് മാർക്കാണ് ഇവിടെ ഏകദേശം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഏകദേശം കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത ഉള്ളത് 57 മാർക്കാണ്. 57 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ളവർ എന്തായാലും ലിസ്റ്റിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ എക്സാം എഴുതിയവരുടെ എണ്ണം 9,501 പേരാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത ഉള്ളത് 54 മാർക്കാണ്. 54 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ എക്സാം എഴുതിയവരുടെ എണ്ണം വെറും 3,113 പേരാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഒരു 48 മാർക്കാണ് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് മാർക്കായിട്ട് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ എക്സാം എഴുതിയവരുടെ എണ്ണം 7,677 ആണ്. കട്ട് ഓഫ് മാർക്ക് ഒരു 51 അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ എക്സാം എഴുതിയവരുടെ എണ്ണം 4,900 ആണ്. കോട്ടയം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 4,900 ആണെങ്കിലും അവിടെയുള്ള ഒഴിവുകളൊക്കെ പരിഗണിക്കുമ്പോൾ കട്ട് ഓഫ് മാർക്ക് ഒരു 53 അടുത്ത് വരാൻ സാധ്യത ഉണ്ട്. അടുത്തത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ 3,922 പേരാണ് എക്സാം എഴുതിയിട്ടുള്ളത്. കട്ട് ഓഫ് മാർക്ക് ഒരു 46 മാർക്കാണ് ഇടുക്കി ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ 9,206 പേരാണ് എക്സാം എഴുതിയിട്ടുള്ളത്. കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത് 55 ആണ്. 55 മാർക്ക് ആണ് എറണാകുളം ജില്ലയിൽ കട്ട് ഓഫ് മാർക്കായിട്ട് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ജില്ലയാണ്. 12,077 പേര് അവിടെ എക്സാം എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയും നല്ല കട്ട് ഓഫ് മാർക്ക് വന്ന ജില്ലയാണ്. ഇത്തവണയും കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഒരു 57 ആണ് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയും തൃശ്ശൂർ പോലെ തന്നെ നല്ല കോമ്പറ്റീഷനുള്ള ജില്ലയാണ്. കട്ട് ഓഫ് മാർക്ക് 58 അവിടെ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒഴിവുള്ളതും മലപ്പുറം ജില്ലയിലാണ്. കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത് 55 എബോവ് ഉള്ളവർ മലപ്പുറം ജില്ലയിൽ സേഫ് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ പഠന നിലവാരം വളരെ ഉയരത്തിലാണ്. 15,000-ഓളം പേര് എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഒരു 56 ആണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിൽ താരതമ്യേന എണ്ണം കുറവാണ്. 4,395 പേര് മാത്രമേ എക്സാം എഴുതിയിട്ടുള്ളൂ. കട്ട് ഓഫ് മാർക്ക് ഒരു 48 ആണ് വയനാട് ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ 9,099 പേരാണ് എക്സാം എഴുതിയിട്ടുള്ളത്. കട്ട് ഓഫ് മാർക്ക് ഒരു 56 ആണ് അവിടെയും പ്രതീക്ഷിക്കുന്നത്. അടുത്ത കാസർഗോഡ് ജില്ലയാണ്. 11,487 പേര് എക്സാം എഴുതിയിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്നത് 52 മാർക്ക്.